നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ചെറിയ ഉണ്ണികൃഷ്ണനായിട്ട് ആ ഒരു വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയില്ലേ, നമ്മളുടെ ആ ഒരു കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു. ആലിലയിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയാറില്ലേ, ആലില ഉണ്ടായിരുന്നില്ല, ഉണ്ണികൃഷ്ണൻ മാത്രമായിരുന്നു, വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു. മുകുന്ദാഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകം പോലെ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. അങ്ങനെയുള്ള ആ ഒരു ബാലമുകുന്ദനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ശശികല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വെള്ള നിവേദ്യം ഷീട്ടാക്കാനായിട്ട് എത്ര രൂപയാണ്? ഞാൻ ഇന്നലെ വെള്ള നിവേദ്യത്തിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷീട്ടാക്കേണ്ട പൈസ എത്രയാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1/4 യൂണിറ്റിന് 30 രൂപയാണ് ഷീട്ടാക്കാനായിട്ട്. നമുക്ക് ഒന്നിച്ചൊരു മാസത്തിന് വേണമെങ്കിൽ ഷീട്ടാക്കാം കേട്ടോ. 30 ദിവസത്തിന് 30 രൂപ കണക്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഷീട്ടാക്കാം. അതല്ലെങ്കിൽ ഓരോ ദിവസത്തിനായിട്ടും ഷീട്ടാക്കാം കേട്ടോ. പത്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സീനിയർ സിറ്റിസൺ ക്യൂ നിൽക്കാൻ ID കാർഡ് കാണിക്കണമെന്ന്. 60 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് അങ്ങനെ ID കാർഡ് കാണിക്കേണ്ട ആവശ്യം വരാറില്ല. ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ 60 വയസ്സായെന്ന് തോന്നില്ല കേട്ടോ. അവരുടെ അടുത്ത് അതൊന്ന് കൺഫേം ചെയ്യാൻ പറയാറുണ്ട്. അല്ലാത്തവർക്കൊന്നും അങ്ങനെ ID കാർഡ് അവിടെ ചോദിക്കാറില്ല. സീനിയർ സിറ്റിസൺ ക്യൂവിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ കണ്ടാൽ മാത്രം മതി കേട്ടോ. ലേൺ ആൻഡ് പ്രാക്ടീസ് കർണാട്ടിക് മ്യൂസിക് എന്നൊരു ഐഡിയിൽ നിന്ന് പേരറിയാത്ത ഒരാൾ നമ്മളുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 1 or 2 ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ അതിനൊരു മറുപടി പറയാൻ തയ്യാറാവുമായിരുന്നില്ല. പക്ഷേ ഇതൊരുപാട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഹൈക്കോടതി വിധിയോട് അനുബന്ധിച്ച് അതായത് എന്നെ അമ്പലനടയിൽ നിന്ന് പുറത്താക്കിയത് വളരെ നന്നായി എന്നും ഹൈക്കോടതി വിധി അഭിനന്ദനാർഹമാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഭഗവാനെ വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിലും കൂടെ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ സത്സംഗം തുടങ്ങിയത് അല്ലെങ്കിൽ ഈ സത്സംഗത്തിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ആ മരപ്രഭുവിൻ്റെ ആ തൃപ്പാദത്തിൽ വെച്ചിട്ടാണ്. നമ്മൾ ഇപ്പോഴും മരപ്രഭുവിൻ്റെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ തിരുനടയിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ അനുവാദം കിട്ടിയില്ലെങ്കിൽ പോലും സത്സംഗത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഏത് തരത്തിലാണ് ഭഗവാനെ വിറ്റ് കാശാക്കുക എന്നുള്ളത് എനിക്ക് തീരെ മനസ്സിലായില്ല. ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾ അനേകം മണിക്കൂറുകളോളം ക്യൂ സംവിധാനത്തിൽ നിന്നതിന് ശേഷമാണ് തിരുനടയിലെത്തുന്നതും ഗുരുവായൂരപ്പനെ ഒരു നോക്കെങ്കിലും കാണാൻ സാധിക്കുന്നതും. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ഇതേ ഭക്തജനങ്ങളെ കൊണ്ട് പ്രസാദൂട്ടിന് വഴിയിൽ നിൽക്കുക, അതുപോലെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നടക്കുക, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏതൊക്കെ തരത്തിലുള്ള വഴിപാടുകളുണ്ടെന്നും അത് ഏതൊക്കെ സമയങ്ങളിൽ ഷീട്ടാക്കാൻ സാധിക്കും എന്നും അവിടുത്തെ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണെന്നും പൂജാവിധികൾ എന്തൊക്കെയാണെന്നും അറിവുള്ള പോലെ എല്ലാം അറിയാമെന്ന് ഞാൻ ഇന്നും പറയണില്ല. എന്നാൽ കഴിയുന്ന തരത്തിൽ ആചാര്യന്മാരോടും ഗുരുക്കന്മാരോടും ഒക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലെവിടെയാണ് ഭഗവാനെ വിറ്റ് കാശാക്കുക എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിൻ്റെ ആ ഒരു കാര്യപ്രസക്തി എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇനി യൂട്യൂബ് ചാനൽ കൊണ്ട് നടന്നിട്ട് പണം ലഭിക്കുന്നില്ലേ നിങ്ങൾക്ക് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിൽ നല്ല വരുമാനം തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3.25 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ എന്ന നിലയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും പേരിൽ യൂട്യൂബിൽ നിന്ന് നല്ല മോശമല്ലാത്ത ഒരു തുക തന്നെ കൈപ്പറ്റുന്നുണ്ട് എല്ലാ മാസവും. പക്ഷേ അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതൊരു സർവീസ് ആയാലും ഏതൊരു ജോലി ആയാലും ഏത് വ്യക്തിക്കും ഒരു പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സത്സംഗത്തിന് വേണ്ടി ഒരു ദിവസം 1 മണിക്കൂറോളമാണ് മെനക്കെടുന്നത് പറയാം. എന്നാൽ നിങ്ങളിലേക്ക് ഒരു ദിവസം 3-4 വീഡിയോസ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ. ഇതിൻ്റെ പിന്നിൽ
അഹോരാത്രം കഷ്ടപ്പെടുന്നത് വിഷ്ണു തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 3-4 വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതിയോളമാണ് അദ്ദേഹം ചിലവാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു സർവീസിന് ഒരു പേയ്മെൻറ്റ് ലഭിക്കുക എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ അവകാശം തന്നെയാണ് അല്ലേ. ഏത് സർവീസ് ആണെങ്കിലും ഏത് ജോലിയാണെങ്കിലും ചെറുതാണെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോ വരുമാനം ഉണ്ടായിരിക്കും. ജീവിത മാർഗമാണ് എല്ലാവർക്കും. എല്ലാം എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമ്മുടെ ജീവിതവും കൂടി അതോടൊപ്പം തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അനേകം ചാനലുകളുണ്ട്. അപ്പോൾ ഒരു വിഭാഗക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു തരത്തിലുള്ള യൂട്യൂബ് ചാനലായിരിക്കാം, മറ്റൊരു വിഭാഗത്തിന് മറ്റു തരത്തിലുള്ളതായിരിക്കാം. ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്ന 3.25 ലക്ഷം പേരുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഇത് നിർത്തുന്നത്? എന്തുകൊണ്ട് നിർത്തണം? അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു കമൻ്റ് കൊണ്ടൊന്നും ഞങ്ങൾ നിർത്തില്ല, അവസാനിപ്പിക്കില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ തീരുമാനം എന്നാണോ ഇതിനെതിരാകുന്നത് അന്ന് വരെയും ഈ ചാനൽ മുന്നോട്ട് തന്നെ പോകും കേട്ടോ. ഞാനില്ലെങ്കിലും വിഷ്ണു ഇല്ലെങ്കിലും ഈ ചാനൽ എന്തായാലും ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇത് ഭഗവാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. എവിടെയോ കിടക്കുന്ന 2 വ്യക്തികൾ ഒരിക്കലും മനസ്സിൽ ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല ഭക്തജനങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളത്. പക്ഷേ ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഗുരുവായൂരപ്പനാണ്. ഇന്നും ഞാനും വിശ്വസിക്കുന്നതും വിഷ്ണു വിശ്വസിക്കുന്നതും ഇത് ഗുരുവായൂരപ്പൻ്റെ തീരുമാനമാണ്. ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതും ഗുരുവായൂരപ്പൻ്റെ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിന് അനുസരിച്ച് മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യണത്. നിങ്ങളുടെ കമൻസ് കൊണ്ട് ഞങ്ങളെ തളർത്താൻ സാധിക്കില്ല. കാരണം ഞങ്ങളോടൊപ്പം അനേകം അമ്മമാരും അനേകം ഗോപന്മാരെ എന്ന് ഞങ്ങൾ കണക്കാക്കുന്ന ഭക്തജനങ്ങളുമുണ്ട്. അവരുടെ സപ്പോർട്ടും ഭഗവാന്റെ അനുഗ്രഹവും മാത്രം മതി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അടുത്ത ചോദ്യം, പ്രീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വിഷ്ണു സഹസ്രനാമം ചൊല്ലുവാൻ എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ടോയെന്ന്. ശുദ്ധമായിട്ട് ചൊല്ലുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല ശുദ്ധത്തിലിരിക്കുമ്പോൾ മാത്രം പോലെയോ വാലായ്മയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ത്രീ സഹജമായ അശുദ്ധി സംഭവിക്കുന്ന സമയത്തൊന്നും സഹസ്രനാമം അതുപോലെ നാരായണീയം ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊന്നും തന്നെ കൈകാര്യം ചെയ്യരുതെന്നാണ് കേട്ടോ ഞാൻ പഠിച്ചിരിക്കുന്നത്. നാരായണനാമം എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ അടുത്ത കാലത്ത് ഹരേ കൃഷ്ണ മന്ത്രവും എപ്പോൾ വേണമെങ്കിലും ജപിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ അങ്ങനെ ശുദ്ധം നോക്കാതെ ചൊല്ലാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീഭദ്ര എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, കൃഷ്ണനാട്ടം വഴിപാട് ബുക്ക് ചെയ്തവർ നാളേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം? രസീത് കാണിച്ചാൽ തൊഴാൻ പറ്റുമെന്ന്. ഇല്ല കേട്ടോ, ഈ വിളക്ക് ഷീട്ടാക്കിയാൽ മാത്രമേ നമുക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഈ രസീത് കാണിച്ചാൽ പക്ഷേ നമുക്കൊരു പ്രസാദ കിറ്റ് ലഭിക്കും. അപ്പോൾ അത് രസീത് സൂക്ഷിച്ച് വെച്ചോളൂ. പിറ്റേന്ന് രാവിലെ ആയാലും ആ പ്രസാദ കൗണ്ടറിൽ പോയിട്ട് ആ ഒരു രസീത് കാണിക്കുകയാണെങ്കിൽ നമുക്കതിനൊരു പ്രസാദ കിറ്റ് ഉണ്ട്, അത് വാങ്ങാൻ സാധിക്കും. അതല്ലാതെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കണ്ടു തൊഴുത് നമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു ആചാരം എന്ന് പറയുന്നത് ഏത് കൃഷ്ണനാട്ടം കളിയാണോ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. മുഴുവനായിട്ടും കാണാൻ സാധിക്കുന്നില്ല, ഉറക്കൊഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഭഗവാന്റെ ആ ഒരു വേഷം അരങ്ങിലെത്തുന്നത് വരെയെങ്കിലും കണ്ട് തൊഴുത് നമസ്കരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. അനിത അനൂപ് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, വിഷ്ണുവിനോടൊന്ന് വാട്സപ്പ് നോക്കുമെന്ന്. അതെന്താണെന്നറിയോ, ഒരു ദിവസം 500-ലധികം മെസ്സേജ് വരുന്ന ഒരാളാണല്ലോ വിഷ്ണു. അപ്പോൾ ഈ അടുത്തിടെ, അതായത് ഓണത്തിൻ്റെ ഉത്രാട കാഴ്ചകളെയും ഓണക്കോടിയും സമർപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഈ ഹൗസ് ഫാമിങ്ങിൻ്റെ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ 2-3 ദിവസം ലീവ് എടുത്ത പോലെയായി ശരിക്കും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഞാനും കുറച്ച് ബ്ലോക്ക് ചെയ്തു കേട്ടോ അദ്ദേഹത്തിന്. എൻ്റെ ഹൗസ് ഫാമിങ്ങിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുക, അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഓപ്പോളുടെ അല്ലേ അനിയൻ്റെ അല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോൾക്ക് അനിയനെ ഉണ്ടായിരുന്നേ ഓടി നടക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മെസ്സേജ് നോക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും പെൻഡിങ് മെസ്സേജസ് വന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആഷികയുടെയും കൂടി ഒരു സഹായത്തോടു കൂടിയിട്ടാണ് രണ്ടുപേരും മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ അപ് ടു ഡേറ്റ് ആക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് വിഷ്ണു ഇപ്പോൾ പറയുന്നത്. ഈ വിഷ്ണുവിൻ്റെ പ്രോമിസ് അതാണ്, ഒരു 3-4 ദിവസത്തിനുള്ളിൽ മെസ്സേജ് നോക്കിയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത നീത പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, പൂന്താനം ക്ഷേത്രം ഗുരുവായൂരമ്പലത്തിന് അടുത്താണോ? എപ്പോഴും ദർശനം ഉണ്ടാവുമോ? ഉണ്ടമാല ഒരു ദിവസം ഏത് സമയത്ത് ഷീട്ടാക്കിയാലും കിട്ടുമെന്ന്. ഒന്നാമത്തെ ചോദ്യം, പൂന്താന ക്ഷേത്രം ഗുരുവായൂരമ്പലത്തിന് അടുത്തല്ല, അത് മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. പൂന്താനത്തിൻ്റെ ഇല്ലം അവിടെയായിരുന്നു. അപ്പോൾ അങ്ങാടിപ്പുറം ആ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ
ഉണ്ടമാല എപ്പോഴും ഷീട്ടാക്കാൻ ഉണ്ടമാല എപ്പോഴും ഷീട്ടാക്കാൻ സാധിക്കും. ചില ദിവസങ്ങളിൽ അതിൻ്റെ അവൈലബിലിറ്റി കുറവാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഷീട്ടാക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പനെ എപ്പോഴും മാല ചാർത്താറില്ല ചോദിച്ചാൽ എപ്പോഴും മാല ചാർത്താറുണ്ട്. പക്ഷേ അനേകം ഭക്തർ ഷീട്ടാക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ പ്രസാദം ലഭിക്കാതെ പോകുമല്ലോ. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ അടുത്ത ദിവസം ഷീട്ടാക്കിയാൽ കിട്ടും എന്ന് പറയാറുണ്ട് കേട്ടോ. ശരണ്യ എസ് പിള്ള എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, കന്നിമാസത്തിൽ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ സാധിക്കുമെന്ന്. ഗുരുവായൂർ കല്യാണം നടത്താനൊക്കെ സാധിക്കും കേട്ടോ. കന്നിമാസം നമ്മളങ്ങനെ പ്രിഫർ ചെയ്യാറില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ച ദമ്പതിമാർ രണ്ടാമത് മാലയിടാനൊക്കെ കന്നിമാസത്തിലായാലും നോക്കാതെ വരാറുണ്ട് കേട്ടോ. മുഹൂർത്തം നോക്കുന്നവർക്കല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. മുഹൂർത്തം നോക്കേണ്ട എന്നുള്ള ആളുകൾക്ക് അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ കന്നിമാസത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വിവാഹം നടത്തുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ. അടുത്ത ചോദ്യം, ലീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നാരായണീയം രാത്രിയിൽ വായിക്കാൻ സാധിക്കുമെന്ന്. രാത്രിയിലും നാരായണീയം വായിക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വിഭാഗക്കാർ വിശ്വസിക്കുന്നുണ്ട് സന്ധ്യയ്ക്ക് ശേഷം വായിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഞാൻ ആ വിഭാഗത്തിൽ പെടില്ല. ഞാൻ രാത്രിയിലും നാരായണീയം വായിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വിശ്വാസപ്രകാരം രാത്രിയിലും വായിക്കാം. ഇന്നലെ ഹരികൃഷ്ണൻ എന്നൊരു ഭക്തൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസാദൂട്ടിനെ കുറിച്ചിട്ട്. പ്രസാദൂട്ടിലെ ഒരേ സമയം അന്നലക്ഷ്മി ഹാളിൽ എത്ര പേർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമെന്നും എത്ര പേർക്ക് ഭക്ഷണം നൽകാറുണ്ട് എന്നുള്ളതും കേട്ടോ. ഒരേ സമയം 400 പേർക്കാണ് അന്നലക്ഷ്മി ഹാളിൽ ഭക്ഷണം നൽകാൻ സാധിക്കുക. രാവിലെ 5 മണി തൊട്ട് 8 മണി വരെയാണ് ആ ഒരു പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. അതുപോലെ ഉച്ചയ്ക്ക് 10 മണി തൊട്ടിട്ട് ക്യൂ സംവിധാനം അവസാനിക്കുന്നത് വരെ എന്നാണ്, 2 മണി വരെ എന്നാണ് പറയാറുള്ളതെങ്കിലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാറുണ്ട്. കുറച്ചുകൂടി അധികം പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ആ ഒരു തിരക്കിനനുസരിച്ച് കുറച്ചധികം അരി ഇടാറുണ്ട്. അങ്ങനെ ഒരു ദിവസം 5000 പേരാണ് അന്നലക്ഷ്മി ഹാളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഇറങ്ങാറുള്ളത് കേട്ടോ. അത് തിരക്കുള്ള ദിവസം 6000ഉം 6500ഉം 7000ഉം വരെ എത്താറുണ്ട്. അതേപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണം 1000 പേർക്കാണുള്ളത്. അത് ഏകദേശം 8 മണിക്ക് മുമ്പായിട്ട് തുടങ്ങും, 9 മണി വരെയാണുള്ളത് കേട്ടോ. 8 to 9 എന്നാണ് പറയുക, എന്നാലും 7:30 കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. 9 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ. ഇന്ന് വിട്ടുപോയ ചോദ്യങ്ങൾക്കുള്ള മറുപടി നാളെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഓർമ്മിപ്പിച്ചോളൂ കേട്ടോ, എന്നാലേ ഉണ്ടാവുള്ളൂ. ആർക്കെങ്കിലും പുതിയ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. വിഷ്ണുവിന് മാത്രമല്ല എനിക്കും ബാധകമാണ് വാട്സപ്പ് നോക്കാത്തത്. ഞാൻ കുറേ ഇന്നലെ ഇരുന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ മുഴുവനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയും നോക്കാൻ ബാക്കിയുണ്ട്. നോക്കാട്ടോ, എന്തായാലും നോക്കാം. 2 ദിവസത്തിനുള്ളിൽ ഞാനും അപ് ടു ഡേറ്റ് ആവാൻ ശ്രമിക്കാം. വിഷ്ണുവിന് വരുന്ന അത്രയും മെസ്സേജസ് എനിക്ക് വരാറില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നോക്കി കഴിയാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് തോന്നുന്നത് കേട്ടോ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ എല്ലാം അപ്ഡേറ്റ് ആവും എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കൊണ്ടുവരാം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം കേട്ടോ.